അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. രാഹുൽ ഇന്നലെ വൈകിട്ടോടുകൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് രാഹുലിന്റെ ഇറക്കം. അപ്പം ഞാൻ ചോദിക്കുന്നത്, കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത്? നമുക്കറിയാം, റിനി ജോർജും അതുപോലെ ഹണി ഭാസ്കറും ഉൾപ്പെടെയുള്ള ആൾക്കാർ രാഹുലിനെതിരെ ശക്തമായ തെളിവുകളും മറ്റുമൊക്കെ രംഗത്ത് ഇറക്കി വന്നിരുന്നു. രാഹുലിനെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരണം നടത്തിയ ആൾക്കാരാണ് റിനി ആൻഡ് ജോർജും അതുപോലെ ഹണി ഭാസ്കറിനും. അപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞത് രാഹുൽ പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഉപദ്രവിക്കും, പകപോക്കൽ നടപടികൾക്ക് വിധേയമാക്കും, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് മുതലായ കാര്യങ്ങളെല്ലാം രാഹുൽ നിരത്തിയിരുന്നു. രാഹുലിന്റെ അഭിഭാഷകൻ പ്രോസിക്യൂഷൻ നിരത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടവർ റിനി ആൻഡ് ജോർജും ഹണി ഭാസ്കറിനെ പോലുള്ള സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇവരാണല്ലോ ഒരു ഉളുപ്പുമില്ലാണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നിട്ട് പറഞ്ഞത് ഈ അറസ്റ്റിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രേരിതമായ വിഷയവുമില്ല എന്ന് പറഞ്ഞവരാണ് ഈ രണ്ടുപേര്. ഇവര് അരിയാഹാരമല്ലേ കഴിക്കുന്നത് എന്ന് നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത്. കാരണം ഈ പൊതുസമൂഹത്തിന് എന്നെക്കാളും നിങ്ങളെക്കാട്ടിലും മറ്റെല്ലാവരെക്കാട്ടിലും നല്ല വിവരവും ബോധവും ഉണ്ട്. അവർ രാഹുലിന് സപ്പോർട്ട് ഇപ്പം കുറേ പേര് നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്, കുറേ എന്തൊരു കഷ്ടമാണ്, എത്രയും ഒരു സംഭവം ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ നിരവധിയായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നു, കേരളം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കുഴപ്പമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ. കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ആൻസർ ഉണ്ട്, നിയമപരമായിട്ടുള്ള ഉത്തരമുണ്ട് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് എന്ന്. അല്ലാതെ വെറുതെ ആളുകളെല്ലാവരും മണ്ടന്മാരൊന്നുമല്ല. അപ്പം അത്തരത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെയൊക്കെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്, അവർക്കൊക്കെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഏറ്റവും കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ്, പ്രഹരമാണ് ഈ ജാമ്യം എന്ന് പറയുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ്. ഏതാണ്ട് 18ഓളം വരുന്ന പേജുകളുള്ള ഈ ഒരു വിധിപ്പകർപ്പ് ഇപ്പം അവൈലബിൾ ആണ്. അതെടുത്തിട്ട് വായിച്ചു നോക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾ, ലിവിങ് ടുഗദറിൽ കഴിയുന്ന സ്ത്രീകൾ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെന്നിരിക്കെ ഇപ്പോഴും മറ്റേതെങ്കിലും പുരുഷനുമായിട്ട് ബന്ധം തുടരുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ. അവർക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിധിപ്പകർപ്പാണ് ഇപ്പം കോടതി ഇറക്കിയിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് എന്താണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും എന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദേഹത്ത് തുപ്പിയോ ഉപദ്രവിച്ചോ പിറ്റേ ദിവസം പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. പിറ്റേ ദിവസം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇവിടെ ഈ അതിജീവിതയ്ക്ക് തിരിച്ചടിയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം ജാമ്യം നൽകുമ്പോൾ. അതായത് ഇവര് ഏതാണ്ട് കുറേയധികം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കംപ്ലൈൻറ്റുമായിട്ട് രംഗത്ത് വരുന്നത്. കൃത്യമായിട്ട് ഒരു റീസണും, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് കംപ്ലൈന്റ് തരാനായിട്ട് എന്നതിന്റെ ഒരു തരത്തിലുള്ള ആർട്ടിക്കുലേഷനും ജീവിത കോടതി വേറെ പറയുന്നുണ്ട്. കാനഡയിലുള്ള യുവതിയെ രാഹുൽ ഏത് തരത്തിലാണ് ഉപദ്രവിക്കാൻ പോണത്, പകപോക്കൽ എങ്ങനെ വിധേയമാക്കും എന്നൊക്കെ കോടതി അതിൽ പറയുന്നുണ്ട്. അല്ല, അത്തരത്തില് യാതൊരു തരത്തിലുമുള്ള, അതായത് ഇദ്ദേഹം ഒരു MLA ആണ്, തെളിവ് നശിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇത് നടന്നിരിക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിലാണ്. വിറ്റ്നസ് ഇല്ല ഇവിടെ. ഈ ഹോട്ടൽ മുറിൻ്റെ അകത്ത്, ക്ലബ് 7 ഹോട്ടൽ മുറിൻ്റെ അകത്താണ് ഈ സംഭവം നടന്നുള്ളത്. അതുകൊണ്ട് വിറ്റ്നസിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് യാതൊരു തരത്തിലും നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ മറ്റ് രണ്ട് പരാതിക്കാരികൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യ അതിജീവിതയും രണ്ടാമത്തെ അതിജീവിതയും. അതിജീവിത എന്നൊക്കെ വിളിക്കണം എന്നുള്ളത് വേറൊരു വിഷയമാണ്, അത് പോട്ടെ, എന്നാലും വിളിച്ചേക്കാം. ആദ്യ അതിജീവിതയും രണ്ടാമത്തെ അതിജീവിതയും. അപ്പൊ ഇവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയപ്പോൾ ഉപാധികളൊക്കെ വളരെ കൃത്യമായിട്ട് ഇയാൾ പാലിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കാം. പിന്നെന്താണ്, ക്രിമിനൽ പ്രൊസീജിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണ്, ജയിൽ എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആണ്, ബെയിൽ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് കോടതി എപ്പോഴും ഒരാൾക്ക് ജാമ്യം നൽകാൻ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് ജാമ്യം നൽകാനാണ് നോക്കുക. അല്ലാണ്ട് എങ്ങനെ ഒരാളെ ജയിലിൽ പിടിച്ചിടാനല്ല നോക്കുക. അതാണ് ക്രിമിനൽ പ്രൊസീജിയേഴ്സിന്റെ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ കോടതി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി ഒന്നും നിലവിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇയാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MLA ആണ്. പിന്നെ ഇയാൾ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയില്ല.
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊന്നും കൂടി വീണ്ടും ആവർത്തിക്കുക ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇവർ ഇത്രയും വൈകി പരാതി നൽകാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി? വീണ്ടും ഫ്ലാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ഇദ്ദേഹത്തിന് പല വസ്തുക്കളും വാങ്ങാനായിട്ട് ഇവർ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത്, ഒരു പെൻഡ്രൈവിൽ ഈ രാഹുലിന്റെ വക്കീല് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച രേഖയാണ് നിർണായകമായിരിക്കുന്നത്. അതിൽ ശബ്ദരേഖ അതിൽ പറയുന്നുണ്ട്, കൺസെന്റോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഇതാണ് അതിലുള്ളത്. വളരെ കൺസെന്റോട് കൂടിയിട്ടാണ്, നമ്മുടെ ഉഭയസമ്മതപ്രകാരമാണ് ഈ ലൈംഗിക ബന്ധം നടന്നിരിക്കുന്നത് എന്നാണ് ആ വാട്സാപ്പ് ആ പെൻഡ്രൈവിൽ ഉള്ളത്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തില് 18 ദിവസം. അതിൽ പറയുന്നുണ്ട്, ഈ കോടതി ശബ്ദരേഖയുടെ കാര്യം പറയുന്നില്ല. യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നതെന്ന് നിരീക്ഷിച്ച കോടതി ശബ്ദം അതിജീവിതയുടേതോ എന്നതിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അല്ല, അതുമായിട്ട് കൂടുതലായിട്ടുള്ള പരിശോധനകൾ നടത്തണം. എന്നാലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലിൽ ഇത് അതിജീവിതരുടെ തന്നെ ശബ്ദമാണ് എന്ന് കോടതിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഉറപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നാണ് കോടതി ഇതിൽ പറയുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു ഭർത്താവ് ഉണ്ടെന്നിരിക്കെ മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, സെക്സ് ചാറ്റിൽ ഏർപ്പെടുന്ന, ഈ രാത്രി 12 മണിക്ക് ശേഷം സീക്രട്ട് ചാറ്റിലൊക്കെ വന്നിട്ട് ഇടപെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താവ് ഉണ്ടെന്നിരിക്കെ അങ്ങനെയുള്ള കുറേയധികം സ്ത്രീകളുണ്ട്, ഇല്ലാത്ത സ്ത്രീകളുമുണ്ട്. അപ്പൊ ഇവരൊക്കെ അതെ, ഇവിടെ പ്രധാനമായിട്ടും സ്ത്രീയാണ് എടുത്തു പറയേണ്ടത്. സ്ത്രീയുടെ പേര് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. കാരണം അവര് വഞ്ചിക്കപ്പെടാൻ പാടില്ല, സ്ത്രീകൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ സ്ത്രീകളെ അത്രമാത്രം ബഹുമാനിക്കുന്നു. ഇനി ഭാവിയിൽ അതിജീവിതമാരുണ്ടാകരുത് എന്ന് കൃത്യമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകവും ബോധവും സ്ത്രീകൾ കാണിക്കണം. സുപ്രീം കോടതി വിധി ഇവർ മനസ്സിലാക്കണം. ലിവിങ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന, ഭർത്താവ് ഉണ്ടെന്നിരിക്കെ അന്യപുരുഷനുമായിട്ട് ഹോട്ടൽ മുറിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതി തൂക്കിയെടുത്തിട്ട് വെളിയിൽ എറിയുന്നുള്ള കാര്യം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ് സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് കോഴിക്കോട് ഗോവിന്ദാപുരത്തെ സമയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഷിംജിത മുസ്തഫ ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ കണ്ണൂർ രാമന്തളിയിലെ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ IPCയിൽ കുറെ, ഭാരതീയ ന്യായ സംഹിതയിൽ കുറെ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്നതിന് തെളിവല്ലേ ഈ കാണുന്ന ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധി? എന്താ അതിന് സംശയം? തുഫൈൽ പറഞ്ഞത് വളരെ കൃത്യമല്ലേ? എന്താ അതിന് സംശയം? ഇങ്ങനെയുള്ള സ്ത്രീകൾ ബാക്കിയുള്ള നല്ലവരായിട്ടുള്ള, യഥാർത്ഥത്തിൽ പീഡനം നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ഇരകൾ, അവരാണ് അതിജീവിതകൾ. ഇരകൾ എന്ന് വിളിക്കാൻ യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് യോഗ്യരായിട്ടുള്ള ആളുകൾ, അല്ലാണ്ട് ഇവരെ പോലുള്ള ആളുകളല്ല. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് പോലെ ഇവർ യഥാർത്ഥത്തിൽ അതിജീവിതകളാണ് ഇവര് എന്ന് വിളിക്കാൻ ഇവർ യോഗ്യരല്ല. എങ്കിലും നാട്ടു നടപ്പനുസരിച്ചിട്ട് നമ്മൾ വെറുതെ വിളിക്കുന്നതേ ഉള്ളൂ അതിജീവിത എന്ന്. അതാണ് യഥാർത്ഥം. എൻ്റെ യാഥാർത്ഥ്യത്തിൽ അതേ ഉണ്ടാട്ടോ. അല്ലാണ്ട് ഇവരെ യഥാർത്ഥത്തിൽ അതിജീവിത എന്ന് വിളിക്കാൻ ഈ 3 ആൾക്കാരെ ഇവർ യോഗ്യരല്ല എന്ന് ഞാൻ പറയുന്നു. പിന്നെ നാട്ടു നടപ്പനുസരിച്ചിട്ട് ഒന്ന് വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള ഇരകൾ, യഥാർത്ഥത്തിലുള്ള അതിജീവിതകൾ, അവരോടൊക്കെ നമുക്ക് വളരെയധികം ബഹുമാനമുണ്ട്. അവർ അനുഭവിക്കുന്ന യാതനകൾ, പീഡനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒപ്പമാണ് നമ്മൾ. അല്ലാണ്ട് ഇങ്ങനെയുള്ള ചില ഉടായ്പുമാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീകളെ വഞ്ചിക്കുന്ന നടപടി എന്ന് പറയുന്നത്. എത്രയോ അനുകൂല സ്ത്രീ സൗഹൃദമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതൊക്കെ പ്രോപ്പർലി യൂസ് ചെയ്യണം. കൃത്യമായിട്ട് അത്തരത്തിൽ സ്ത്രീകൾക്ക് എതിരെ പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരെ തൂക്കിയെടുത്തിട്ട് ജയിലിലിടണം. സൗമ്യ വധക്കേസ്, ജിഷ ട്രെയിനിലും നിർഭയ കേസ്, അതെ, നിർഭയ കേസ്, ഗ്രാമങ്ങളിൽ, ഇടവഴികളിൽ അല്ലെങ്കിൽ റോഡിൽ, അങ്ങനെ നിരവധി ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ശരീരത്തിൽ കടന്നാക്രമിക്കുന്ന, പിടിക്കുന്ന ഒരുപാട് പുരുഷന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിജീവിതകൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു പുരുഷന്റെ ലൈംഗിക സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അയാളുമായിട്ട് ഇടപെട്ട് ഹോട്ടലിൽ പോയി ലൈംഗിക സുഖം
സുഖം ആസ്വദിച്ച് വീണ്ടും ആസ്വദിച്ച് പിന്നീട് ഒരു പീഡന പരാതി നൽകിയിട്ട് അയാളെ കള്ളപ്പരാതി കൊടുത്തിട്ട് അകത്തിടാൻ നോക്കുന്ന സ്ത്രീകളല്ല. ഇവരെ ഒരിക്കലും അതിജീവിതകളാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് വെറുതെ ഒരു നാട്ടുനടപ്പനുസരിച്ച് വിളിക്കാന്നേ ഉള്ളൂ. രാഹുൽ ഇപ്പൊ താൽക്കാലികമായിട്ട് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയിൽ ഇപ്പോൾ ആദ്യ അതിജീവിതയുടെ കേസ് ഇന്നലെ പരിഗണിച്ചിരുന്നു. അപ്പൊ അതില് കംപ്ലീറ്റ് ചെയ്യട്ടെ, ജസ്റ്റിസ് കൗസർ ഇടപ്പകത്താണ് ആ കേസ് പരിഗണിച്ചത്. അപ്പൊ അദ്ദേഹം അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം നിയമപരമായി അനുവദനീയമാണ്. രാഹുൽ അവിവാഹിതനാണെന്നതിനാൽ ധാർമ്മികമായി പോലും തെറ്റാണെന്ന് പറയാനാവില്ല. എന്നാൽ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നത് നിലനിൽക്കില്ലെങ്കിലും ബലമായി ഗർഭചിത്രത്തിന് ഇരയാക്കി എന്നത് നിലനിൽക്കില്ലേ എന്നും കോടതി ആരാഞ്ഞു. ലോകത്ത് തന്നെ ഇത്തരമൊരു ലൈംഗിക ചൂഷണ പരാതി മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി.എ. ഷാജി വാദിച്ചു. പീഡനത്തിനിരയായ അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. പീഡനത്തിനിരയായവർ മുന്നോട്ട് വരാത്ത സാഹചര്യമുണ്ടാവും. പരാതിക്കാരിക്കെതിരെ വ്യാപക സൈബർ ആക്രമണം ഉണ്ടായതും ചൂണ്ടിക്കാട്ടി. എന്നാൽ പീഡനം നടന്നെന്ന് പറയുന്ന ദിവസത്തിന് ശേഷം പരാതിക്കാരി സ്വമേധയാ പാലക്കാട്ടേക്ക് പോയി രാഹുലിനൊപ്പം താമസിച്ചെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ അതും ബലപ്രയോഗത്തിലൂടെയായിരുന്നെന്ന് പരാതിക്കാരിക്കായി ഹാജരായ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് പറഞ്ഞു. തുടർന്നാണ് ഹർജി ഉത്തരവിനായി മാറ്റിയത്. അപ്പൊ ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് പരിഗണനയാണ്. ഇന്നലെ ബന്ധം ഉഭയസമ്മതപ്രകാരമെങ്കിലും ഗൗരവമുള്ള ആരോപണമാണെന്ന് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് പറയുകയുണ്ടായി. ഇപ്പൊ ഈ വിഷയത്തിൽ ജാമ്യം നൽകുമ്പോൾ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് വായിക്കാം. ഇവിടെ ഇതില് കൃത്യമായിട്ട് കോടതി ചോദിക്കുന്നു എന്താണ് അത് ആ എക്സാക്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. The marital relationship of the survivor is subsiding. Though she has stated that there was a disharmony in her marital life, there is no indication that any steps were initiated either by her or by her husband to dissolve the marital tie in accordance with law. In such a circumstances, a relevant question that arises as to how the survivor could have entered into a lawful marriage with the petitioner as allegedly promised. അതായത് അവര് വിവാഹിതയാണ്, ആ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല, അയാളുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും ആ ബന്ധം വിച്ഛേദിക്കാനായിട്ടുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ മറ്റൊരാളെ എങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇതില് കോടതി ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളിപ്പോ ഇതിൽ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൺസെന്റോട് കൂടിയിട്ടാണ് ഇതൊരു ബലാത്സംഗമല്ല എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കുകയായിരുന്നു. പോലീസിനിട്ടിട്ടും നന്നായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. പോലീസിന് എന്തെല്ലാം പരാമർശങ്ങളാണ് കോടതി നടത്തിയത്? ഒന്നാമത്തെ കാര്യം പറയുന്നത് യാതൊരു തരത്തിലുള്ള സെക്ഷൻ 50 അടക്കമുള്ള പല വകുപ്പുകളുടെ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് എന്താണെന്ന് വിശദമാക്കേണ്ടതുണ്ട്. സെക്ഷൻ 50 CRPC, അതോടൊപ്പം തന്നെ ഭാരതീയ ന്യായ സമിതിയിലെ സെക്ഷൻ 47 തുടങ്ങിയതൊക്കെ അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ വിശദമാക്കേണ്ടത്. ഇതൊന്നും കാണിക്കാതെയാണ് ഇയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരു MLA, അതും രാത്രി 12:30. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രേരിതമാണ്. പക തീർക്കുക, പകയാണ് ഇവിടെ പിണറായി വിജയൻ പക തീർക്കുന്നു. കൃത്യമായിട്ടും പക തീർക്കുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. അല്ലാണ്ട് ഇവിടെയുള്ള വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് പോലെ പിണറായി വിജയന് സ്ത്രീകളോട് ഭയങ്കരമായ സ്നേഹമാണ്. നമ്മുടെ നാട്ടിൽ അതിജീവിതകൾ ഉണ്ടാകുന്നതിൽ പിണറായി വിജയൻ രാത്രി സ്ത്രീ സൗഹൃദ സംസ്ഥാനമാണ് പറയുന്നു. പിണറായി വിജയൻ രാത്രി വിങ്ങി പൊട്ടുകയാണ് ഇവിടെ അതിജീവിതകൾ ഉണ്ടാകുന്നതിൽ, പ്രിയപ്പെട്ട പിണറായി വിജയൻ എന്നൊന്നും നമുക്ക് കരുതാൻ സാധിക്കില്ല. ഇവിടെ ചില ആൾക്കാരൊക്കെ ചില കപ്പിലെ അക്ഷരങ്ങളൊക്കെ എടുത്തിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിട്ട് മാറ്റുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊരു വിരോധാഭാസമാണ്. ഇവരെ യഥാർത്ഥത്തിൽ ട്രോളുകയാണോ അതോ എന്താ മനസ്സിലാവുന്നില്ല നമുക്ക്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കുകയാണോ, എന്താണിത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അതിജീവിതയോടുള്ള സ്നേഹവും സ്ത്രീ സൗഹാർദ്ദത്തിന്റെ സ്നേഹമൊന്നുമില്ല. ഇത് പ്രോപ്പർലി രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പക തീർക്കലിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണ്.
അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഉളുപ്പില്ലാണ്ട് ഈ ചില ആൾക്കാരെ പോലെ അയ്യോ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള യാതൊന്നും ഇല്ലല്ലോ, ഇത് വളരെ കൃത്യമായിട്ടുള്ള സംഗതിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, ഈ ചില വർഗീസന്മാരും ചില റിനി ആൻഡ് ജോർജിനെയൊക്കെ പോലുള്ള ആൾക്കാർ. ഇവർക്കൊക്കെ ഒന്ന് ഹണി ഭാസ്കറും അതോടൊപ്പം തന്നെ റിനി ആൻഡ് ജോർജിനെ പോലുള്ളവരൊക്കെ എന്തൊരു കഷ്ടമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പം ഈ വിധിയിലൂടെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ സ്നേഹിക്കുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സ്ത്രീകളാണ്. നാളെയും അതിജീവിതകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വിധി പകർപ്പ് കൃത്യമായിട്ട് എടുത്തിട്ട് പഠിക്കുക സ്ത്രീകൾ. 18ഓളം വരുന്ന പേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാഹുലിന് ഹൈക്കോടതിയിൽ എന്താവും, ഹൈക്കോടതിയിൽ ജാമ്യം ഇനി പരിഗണിക്കുമ്പോൾ എന്താവുന്ന സ്ഥിതി നമുക്കറിയാം. അടുത്ത ആഴ്ച ഒരാഴ്ചക്കുള്ളിൽ കാത്തിരുന്ന് കാണാൻ ജസ്റ്റിസ് കൗസർ എടപ്പാളത്തിൻ്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ആദ്യ അതിജീവിതയിലെ പരാതിയാണ്. അവിടുന്ന് രാഹുലിന് നീതി ലഭിക്കുമോ അതോ രാഹുലിനെ ഇത് തിരിച്ചടി നേടുമോ എന്ന കാര്യത്തിൽ കാത്തിരുന്ന് കാണാം. ഇപ്പം ഞാനിത് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഗാർഹിക പീഡനങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വയലൻസ്, ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിജീവിതകളെന്ന് വിളിക്കേണ്ടത്. ശരിക്കും അങ്ങനെയുള്ള ഒരുപാട് അതിജീവിതകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ഇരകളുണ്ട്. അല്ലാണ്ട് ഈ പുരുഷനിൽ നിന്ന് സെക്സ് ആസ്വദിക്കുകയും വീണ്ടും വീണ്ടും തുടരെ ആസ്വദിക്കുകയും, അതൊരു ഭർത്താവ് ഉണ്ടെന്നിരിക്കുക കേട്ടോ, എത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്നേ. ഒരു ഭർത്താവ് ഉണ്ടെന്നിരിക്കുക, ആ ഭർത്താവിനെ വഞ്ചിച്ചിട്ട്, അതും കുറേ കാലമൊന്നും ആയിട്ടില്ല കല്യാണം പോലും കഴിഞ്ഞിട്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കുറേ കാലം പോലും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. അതിന് മുമ്പേ ഈ രാഹുലിൻ്റെ കയ്യിലുള്ള പുത്തൻ പണവും പിന്നെ അതേപോലെ തന്നെ ഭാവിയിൽ ഇയാളൊരു വലിയ ഉയർന്ന പൊസിഷനിൽ എത്തുമെന്നുള്ള ധാരണയും ഇയാളുടെ വാക്കുകളൊക്കെ കണ്ടിട്ട് വീണ് പോയിരിക്കുന്നു ഈ പാവങ്ങളായിട്ടുള്ള സ്ത്രീകൾ എന്ന് വളരെ സങ്കടത്തോടു കൂടിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ദയവ് ചെയ്തിട്ട് വളരെ കരുതലോടു കൂടിയിട്ട് ഇനി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നാണ് ഇതിലൂടെ പറയാനുള്ളത്. അതിജീവിതകൾ മനസ്സിലാക്കേണ്ടതും അതാണ്, അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അതാണ്. പിന്നെ നമ്മുടെ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു വനിതയാണ്. അപ്പോൾ ഈ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടിയും മാധ്യമപ്രവർത്തകർക്കെതിരെ പല ഗുരുതരമായ ആരോപണങ്ങളും പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൽ പറയുന്നുണ്ട് സെക്സ് ചാറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും രാഹുലും അതുപോലെ റിനിയും തമ്മിലുള്ള സെക്സ് ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിച്ചിരുന്നു. അത് സംബന്ധിച്ച് എന്താണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, പറയേണ്ടതിന്റെ ആവശ്യം വളരെ അത്യാവശ്യമായതുകൊണ്ട് വീണ്ടും പറയുക എന്നുള്ളതാണ്. അതായത് റിനി ആൻഡ് ജോർജ് ആണല്ലോ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് പരാതിമായി രംഗത്ത് ഒരു ആരോപണം, അതായത് പരോക്ഷമായിട്ട് ഹു കെയർസ് എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ട് ഞാൻ അയാളെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം വന്നത് അവരാണ്. അപ്പം ഈ കുഞ്ഞമ്മ പറയുന്നത്, കുഞ്ഞമ്മ വളരെ ധൈര്യം, നമ്മൾ ഈ വർഷം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ധൈര്യസമേതയായിട്ടുള്ള ഒരു സ്ത്രീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേർന്ന ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയാണ്. അവർ ഭയങ്കരമായ രീതിയിലുള്ള സോഷ്യൽ അതിക്രമങ്ങളാണ് അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ആക്രമിക്കുക, ഒരു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പുറത്ത് അവർക്ക് അതിജീവനോടൊപ്പം നിൽക്കാനായിട്ടുള്ള അവകാശമില്ലേ? എന്തൊരു കഷ്ടമാണെന്ന് നമ്മുടെ നാട്ടിന്റെ ഒരു പോക്കെ. അവർ പറഞ്ഞ 12 മണിക്ക് ശേഷം രാത്രി ഈ റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വീഡിയോ കോളിൽ വരാനും സീക്രട്ട് ചാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഈ റിനി ആൻഡ് ജോർജിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് അവര് ചോദ്യം ചോദിക്കുന്നത്. ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ. എന്തിനാണ് 12 മണിക്ക് 5 മണിക്കും 4 മണിക്കൊക്കെ ഇതായിക്കൂടെ? 12 മണിക്ക് ശേഷം അതും സീക്രട്ട് ചാറ്റ്, സാധാരണ ചാറ്റൊന്നുമല്ല, സീക്രട്ട് ചാറ്റ്. അപ്പൊ ഈ സീക്രട്ട് ചാറ്റിലൂടെ ഇവർ എന്താണ് സംസാരിച്ചത്? പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് സീക്രട്ട് ചാറ്റിലൂടെ? റിനി പറഞ്ഞത് എന്താ? ഇയാൾ എന്നെ എന്തോ ഹോട്ടൽ മുറിയിലോ അങ്ങനെ എന്തോ വിളിച്ചു എന്നുള്ളതാണ് റിനി പറഞ്ഞൊരു കാര്യം. അതിൽ ഞാൻ പറയാൻ തെറ്റില്ല. റിനി ആൻഡ് ജോർജിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് തെറ്റാവാത്തത്? ഇവരെന്താ സീക്രട്ട് ചാറ്റിൽ സംസാരിച്ചത് നമുക്കറിയില്ല. സീക്രട്ട് ചാറ്റിൽ എന്തോ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അതും 12 മണിക്ക് ശേഷം രാത്രി വീഡിയോ കോൾ, സീക്രട്ട് ചാറ്റ്. ഒരുപക്ഷെ ഇവർ വേറെ പലതുമാണ് സംസാരിച്ചതെങ്കിൽ രാഹുൽ ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇവർ തമ്മിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും ഇത്തരത്തിലുള്ള പല കോൺവെർസേഷനും ഇവർക്കിടയിൽ സീക്രട്ട് ചാറ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിൽ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? കാരണം അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും മറ്റു പല ഇവർക്കും താല്പര്യം ഉണ്ടാകുമോ എന്നുള്ള സംഗതികളൊക്കെ അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും, തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഏതെങ്കിലും ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ട്രെയിനിൽ കാണുന്നയോ അല്ലെങ്കിൽ നടുറോട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനോടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേപോലെ ഹോട്ടലിൽ വരുമെന്നോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഇയാൾ കടന്നു പിടിക്കുകയൊന്നായിരുന്നില്ല. ഇവരുമായിട്ട് ഇവരെ സമ്മതത്തോടുകൂടി ഇവരെ കൺസെന്റോടുകൂടി ഇവർക്ക് ഇയാളെയും കൂടി ഇഷ്ടമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി മുഴുവൻ ഇയാൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ ഇവിടെ കുറ്റക്കാരൻ നിങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കുറ്റക്കാരൻ, നിങ്ങൾ മനസ്സിലാക്കണം, അപ്പുറത്തിരിക്കുന്ന ആളും കൂടി കുറ്റക്കാരിയാണ് ഈ വിഷയത്തിൽ. കുറെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം ഇവിടെ അടച്ച് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ സ്ത്രീകൾക്കൊപ്പമാണ്. നാളെ ഒരു അതിജീവിത ഉയർന്നു വരരുത് എന്ന് നമ്മൾ കൃത്യമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഇപ്പം വന്നിരിക്കുന്ന ഈ വിധിപ്പകർപ്പില്ലേ, ഈ 18 പേജുള്ള, അതൊന്നും എടുത്തിട്ട് കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. കുറച്ചും കൂടി ബുദ്ധിയും വിവരവും ബോധവും ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകുക എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്ത്രീകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പറയുകയാണ്.